കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി പഞ്ചായത്തിലെ 4-ാം വാർഡായ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട ശബരി അന്തർദേശീയ വിമാനത്താവളത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ പച്ചക്കൊടി വീശിയതോടെ പ്രദേശമാകെ ഉത്സവത്തിമിർപ്പിലായി. മറ്റ് തടസ്സങ്ങളൊക്കെ നീങ്ങി ആവശ്യമായ സ്ഥലവും ഫണ്ടും ലഭിച്ചാൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന ശബരിമല അന്തർദേശീയ വിമാനത്താവളത്തിന്റെ നിർമ്മാണം 3-4 വർഷം കൊണ്ട് പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ വി തുളസീദാസ് പറഞ്ഞു. എയർ ഇന്ത്യ മുൻ ചീഫും കണ്ണൂർ വിമാനത്താവളത്തിന്റെ എംഡിയും നിർദ്ദിഷ്ട വിമാനത്താവളത്തിനായി സർക്കാർ ചുമതലപ്പെടുത്തിയ സ്പെഷ്യൽ ഓഫീസറുമായ വി തുളസീദാസ് IAS എരുമേലി പഞ്ചായത്തുമായുള്ള വീഡിയോ കോൺഫറൻസിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശബരിമല തീർത്ഥാടകർക്ക് മാത്രമല്ല പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഈ എയർപോർട്ട് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. പദ്ധതിക്ക് സംസ്ഥാന ഭരണാനുമതിയായി കഴിഞ്ഞുവെന്നും നിർദ്ദിഷ്ട എയർപോർട്ട് ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെയായിരിക്കും നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് TS കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരോടും പൊതുപ്രവർത്തകരോടുമായാണ് അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ 1 മണിക്കൂറോളം സംവദിച്ചത്. വിമാനത്താവള പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയതിനെ തുടർന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ മൂലം സന്ദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീഡിയോ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ആദരണീയനായ കണ്ണൂർ വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും നിർദ്ദിഷ്ട ചെറുവള്ളി എയർപോർട്ടിന്റെ സ്പെഷ്യൽ ഓഫീസറുമായ പ്രിയപ്പെട്ട തുളസീദാസ് സാറുമായിട്ട് സംസാരിക്കാൻ നമുക്കൊരു അവസരം ഉണ്ടായി, ഒരു വീഡിയോ കോൺഫറൻസിലൂടെ. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിസന്ധികൾ തരണം ചെയ്താൽ, പണി ആരംഭിച്ചാൽ 4 വർഷത്തിനകം തന്നെ ഈ എയർപോർട്ടിന്റെ പണി പൂർത്തിയാക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു 3 കൂടി വന്ന 4 വർഷം, 3 വർഷം അതായത് അനുമതി കിട്ടി ഫണ്ട് സ്വരൂപിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയാൽ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് അനുഭവിക്കാം. ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ വിമാനത്താവളത്തിലുണ്ടായിരുന്ന അനുയോജ്യതയേക്കാൾ കൂടുതൽ അനുയോജ്യതയുള്ള സ്ഥലമാണ് ഈ എസ്റ്റേറ്റ്. എന്തുകൊണ്ടും വിമാനത്താവളം അവിടെ വിജയകരമായിട്ട് തന്നെ വിശ്വസിച്ചു. കണ്ണൂർ വിമാനത്താവളത്തെക്കാൾ കൂടുതൽ അനുയോജ്യത ചെറുവള്ളി എസ്റ്റേറ്റിലെ നിർദ്ദിഷ്ട വിമാനത്താവളത്തിനാണെന്നും ചെലവ് കുറഞ്ഞതും മികച്ചതുമായ വിമാനത്താവളമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്ക് ഭരണാനുമതിയായി കഴിഞ്ഞു. വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് പദ്ധതി സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കൊച്ചി എയർപോർട്ട് മോഡലിൽ ഇന്റർനാഷണൽ എയർപോർട്ടായിരിക്കും ചെറുവള്ളിയിൽ നിർമ്മിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ചാൽ 3-4 വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനാകും. KSIDC ആണ് നോഡൽ ഏജൻസി. കണ്ണൂർ മാതൃകയിൽ പദ്ധതിയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കും. സർക്കാരിനൊപ്പം പൊതുമേഖല സഹകരണ സ്ഥാപനങ്ങൾ ചേർന്നാണ് കണ്ണൂരിൽ മുതൽ മുടക്കിയിരിക്കുന്നത്. അതുപോലെ പൊതുജന പങ്കാളിത്തത്തോടെ കഴിയാവുന്നത്ര മൂലധനം സ്വരൂപിക്കാൻ ശ്രമിക്കും. ഒരു ഓഹരി സംസ്ഥാന സർക്കാരിന്റേതായിരിക്കും. വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചാൽ ആദ്യകാലങ്ങളിൽ വരുമാനം കുറവായിരിക്കുമെന്നതിനാൽ ബാങ്കിൽ നിന്നും കടമെടുക്കുന്നത് കുറയ്ക്കാനാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനം വന്നാൽ മുൻപ് പഠനം നടത്തിയ ലൂയിസ്ബർഗ് ഭൂമിയിൽ സർവേ നടത്തി മണ്ണു പരിശോധന ഉൾപ്പെടെയുള്ള കൂടുതൽ സാങ്കേതിക പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കും. ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് എയർപോർട്ടിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റ്. കണ്ണൂർ വിമാനത്താവളത്തിനുണ്ടായിരുന്ന അനുയോജ്യമായ ഘടകങ്ങളെക്കാൾ കൂടുതൽ അനുയോജ്യമാണ് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവിടെ കുറവാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ പൂർണ്ണമായും ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളുടെ ചില ഭാഗങ്ങളിലുമുള്ള പ്രവാസികൾക്ക് നിർദ്ദിഷ്ട വിമാനത്താവളം ഏറെ പ്രയോജനകരമാകും. എരുമേലിയിൽ വരാൻ പോകുന്ന എയർപോർട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളവർ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലുള്ളവരും ധാരാളമുണ്ട്. വടക്കൻ കേരളത്തിലെ എയർപോർട്ടിനെ ആശ്രയിക്കുന്നവരിലധികവും ഗൾഫ് പ്രവാസികളാണ്. എന്നാൽ എരുമേലിയുമായി ബന്ധപ്പെടുന്ന സമീപ ജില്ലകളിൽ കൂടുതൽ പേർ മറ്റ് രാജ്യങ്ങളിലുള്ള പ്രവാസികളാണെന്നതും ഒരു പ്രത്യേകതയാണ്. ശബരിമല തീർത്ഥാടകർക്ക് പ്രയോജനകരമാകുന്നതുപോലെ മേഖലയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും ഏറെ അനുയോജ്യമായി തീരും നിർദ്ദിഷ്ട വിമാനത്താവളം. തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. വിമാനത്താവളത്തിനായുള്ള അനുകൂല ഘടകങ്ങൾക്ക് പുറമെ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണവും ഏറെ പ്രധാനമാണെന്ന് അദ്ദേഹം അറിയിച്ചു. കണ്ണൂരിൽ എല്ലാവരും ഒരേ മനസ്സോടെ നിന്നതുകൊണ്ടാണ് വിമാനത്താവളം വേഗത്തിലാക്കിയത്. വിമാനത്താവളം വരണമെന്ന പ്രദേശത്തെ ജനങ്ങളുടെ തീവ്രമായ ആഗ്രഹം പദ്ധതിക്ക് മുതൽക്കൂട്ടാണ്. എരുമേലിയിൽ തന്നെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള നോഡൽ ഓഫീസ് തുറക്കുന്നതിനായുള്ള ആവശ്യം പരിഗണിക്കും. ഇപ്പോൾ
കാര്യങ്ങൾ നടത്തുവാൻ ജില്ലാ കലക്ടറുടെയും തഹസീൽദാരുടെയും നോഡൽ ഏജൻസിയുടെയും സഹായം ലഭിക്കുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ സമയത്ത് മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സഹകരണം എരുമേലി വിമാനത്താവളത്തിന്റെ കാര്യത്തിലും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് TS കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ നേതാക്കൾ സ്പെഷ്യൽ ഓഫീസർ V തുളസീദാസുമായി വീഡിയോ കോൺഫറൻസിലൂടെ വിമാനത്താവളത്തെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ജമായത്ത് പ്രസിഡന്റ് PH ഷാജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ VP സുഗതൻ, പ്രകാശ് പുളിക്കൽ, സാമൂഹിക പ്രവർത്തകരായ അനിയൻ എരുമേലി, ഷബീർ മുഹമ്മദ്, ഹരികുമാർ, വിവിധ മാധ്യമ പ്രവർത്തകർ മുതലായവർ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു. നിർദ്ദിഷ്ട വിമാനത്താവളത്തിന്റെ പേരിനൊപ്പം എരുമേലിയുടെ പേരും ഉണ്ടാവണമെന്നും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഓഫീസ് ഉടൻ എരുമേലിയിൽ തുടങ്ങണം എന്നുമുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടു. വിമാനത്താവള പദ്ധതിയെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നതായും അതിന്റെ വിജയത്തിനായി കക്ഷിരാഷ്ട്രീയ മതഭേദമന്യേ പൂർണ്ണ സഹകരണവും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തവർ വാഗ്ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി ന്യൂസ്. മാധ്യമപ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി സാറിനോട് പറയുന്നത് 3-4 മാസം കൊണ്ട് ചെറുവള്ളി എയർപോർട്ടിനുള്ള അനുമതി സാർ നൽകിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് നന്ദിയും സാറിനുണ്ട്. 2019 ഡിസംബറിലാണ് സ്പെഷ്യൽ ഓഫീസറിന്റെ പ്രവർത്തനം തുടങ്ങുകയും ഏതാണ്ട് 3-4 മാസങ്ങൾക്കകം ഏറ്റവും പറ്റിയ സ്ഥലം ചെറുവള്ളി എസ്റ്റേറ്റ് ആണ് എന്ന് സാറ് നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ആ സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് സാറ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ MD കൂടി ആയതുകൊണ്ട് ഈ കാര്യത്തിൽ സ്പീഡപ്പ് ചെയ്യുന്നതിന് സാറിന്റെ സഹായം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്ക് യാതൊരു തർക്കവും. തീർച്ചയായിട്ടും എരുമേലി അങ്ങയോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. എരുമേലി പഞ്ചായത്തിലെ 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് സാറ് ഈ വിമാനത്താവളത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നത്. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന 100% വിശ്വാസത്തിലാണ് ഞങ്ങൾ എരുമേലിയിലെ ബഹുജനങ്ങളും അതുപോലെ തന്നെ എല്ലാവരും. അതുകൊണ്ട് സാറിന്റെ വിലയേറിയ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ഉള്ളത്. അതിനു വേണ്ടിയിട്ടാണ് സാറിന്റെ ഈ തിരക്കേറിയ സമയത്തും സാറിന്റെ ഈ സാഹചര്യം ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സാർ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വേഗം ഈ വിമാനത്താവളം സാധ്യമാകണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും സാറിനോടുള്ള ആദ്യത്തെ റിക്വസ്റ്റ്. നമുക്കറിയാം, എരുമേലി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രതിവർഷം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലം. മതസാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, മുസ്ലിം പള്ളിയും എരുമേലി ക്ഷേത്രവുമായിട്ട് പരസ്പരം കണക്ട് ചെയ്താണ് ഈ തീർത്ഥാടനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദേശത്തുനിന്ന് പോലും തീർത്ഥാടകർ എത്തുന്നത് കൊണ്ട് ഈ വിമാനത്താവളം യാഥാർത്ഥ്യമായാൽ ഇപ്പോ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, അതുപോലെ തന്നെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ ടൂറിസം വികസനത്തിനും ഏറ്റവും പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മധ്യ തിരുവിതാംകൂറിലെ വിമാനത്താവളം, ആറന്മുള വിമാനത്താവളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ടത് ക്യാൻസൽ ചെയ്തതിനു ശേഷമാണ് ഈ യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇല്ലാത്ത ഈ താവളം ഉയർന്നു വരുന്നത്. അതാണ് ഗവൺമെന്റിന് ഏറ്റവും അനുകൂലമായി സാറ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഏറ്റവും അനുകൂലമായ സമീപനം എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു ഏറ്റവും വലിയ പ്രവർത്തനം ഉണ്ടാകാനാണ് ഞങ്ങൾ സാറിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത്. സാർ, ഞാൻ എരുമേലി വാവൂരുപള്ളിയുടെ പ്രസിഡന്റാണ് സാർ. എൻ്റെ പേര് അഡ്വക്കേറ്റ് ഷാജഹാൻ. വളരെയധികം സന്തോഷത്തിലാണ് സാർ ഈ മീറ്റിംഗിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. ഞങ്ങൾ എരുമേലി നിവാസികൾ എന്നുള്ളത് അടിസ്ഥാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ഞങ്ങളാണ് എന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും എന്തൊക്കെയാണോ ഇത് സ്പീഡ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങൾ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയത്തിലും ജാതിമത വ്യത്യാസങ്ങൾക്കും ഒക്കെ അതീതമായി ഏക മനസ്സോടുകൂടി എരുമേലി നിവാസികൾ നിൽക്കുകയാണ്. അവരെ ഏത് തരത്തിലാണ് നമുക്ക് ഇതിന്റെ പ്രായോഗികമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിന് ഞങ്ങളൊരു പ്ലാറ്റ്ഫോം തന്നെ, കക്ഷി രാഷ്ട്രീയത്തിലും ജാതിമത ചിന്തകൾക്കും അതീതമായ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായി എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറായി തന്നെ നിൽക്കുകയാണ് സാർ. ഞാൻ കഴിഞ്ഞ 15 വർഷമായി ഈ
നിർദ്ദിഷ്ട എയർപോർട്ട് വരുന്ന സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ തൊഴിലാളികളും എരുമേലി പഞ്ചായത്തിലെ ജനങ്ങളും ഏറ്റവും കൂടുതൽ സന്തോഷപ്രദമായ ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. ഞങ്ങൾക്ക് ഈ പദ്ധതി നടപ്പാക്കുവാൻ എല്ലാവിധ സഹായങ്ങളും സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വളരെ വളരെ സന്തോഷപൂർവ്വവും വിനീതവും ആയി അഭ്യർത്ഥിക്കുകയാണ്. അഖിലഭാരത അയ്യപ്പ സേവാ സമിതി എരുമേലി ശാഖയുടെ പ്രസിഡന്റാണ്. അതോടൊപ്പം ഒരു പൊതുപ്രവർത്തനം കൂടാണ്. എന്തായാലും ശബരിമല ഇന്റർനാഷണൽ എയർപോർട്ട് എരുമേലി എന്ന നാമധേയം തന്നെ വളരെ സന്തോഷപ്രദമാണ്. സാറിൻ്റെ ഈ ഒരു ഉദ്യമം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൂടി ഇക്കാര്യത്തിൽ സ്വാമിക്ക് സാറിനുണ്ടാവുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കാരണം എരുമേലിയിലെ പൊതുവായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു സ്വപ്നമാണ് ഈ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു ഓഫീസ് തുടങ്ങുന്നുവെന്ന് കേട്ടിരുന്നു. ആ ഓഫീസ് സാറേ എരുമേലി പഞ്ചായത്തിൽ അല്ലെങ്കിൽ എരുമേലി ടൗണിനോടനുബന്ധിച്ച് തുടങ്ങിയാൽ വളരെ പ്രയോജനപ്രദമായിരിക്കും. ഈ മേഖലയ്ക്ക് മുഴുവൻ ഒരു ഊർജം പകരുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് സാർ ആ ഓഫീസ് ഈ എരുമേലി ടൗണിൽ തന്നെ തുടങ്ങത്തക്ക രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനവധി ബിൽഡിങ്സ് ഉണ്ട്, ജമാഅത്തിൻ്റെ ഉണ്ട്, പഞ്ചായത്തിൻ്റെ ബിൽഡിങ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും എരുമേലിലുണ്ട്. ആ ഒരു ഓഫീസ് എരുമേലിയിൽ തുടങ്ങുവാനുള്ള ഒരു കാര്യം കൂടെ നടപടി പരിഗണിക്കെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. സാർ, ഞാൻ വ്യാപാരി വ്യവസായ സമിതിയിലെ എരുമേലി സെക്രട്ടറിയാണ് ഹരികുമാർ. സാർ, വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഞങ്ങൾക്കിത്. എരുമേലിയിലെ എല്ലാ ജനവിഭാഗവും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ എയർപോർട്ടിനെ വരവേൽക്കുന്നത്. അങ്ങനെ ഒരു ഉദ്യമത്തിന് എരുമേലിയിലെ വ്യാപാരി സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നു സാർ. ഞാൻ സജി തോമസാണ്, മുന്നേറ്റമാണ്. വളരെ കാലങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അങ്ങയുടെ കണ്ണൂർ വിമാനത്താവളത്തിൽ അങ്ങയുടെ പങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ അത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കിയതുപോലെ തന്നെ ഇതിൻ്റെ നാളുകൾക്ക് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ആശംസയും ഉണ്ടായിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. സെക്രട്ടറിയാണ് ശബരിമലയുടെ കവാടമായ എരുമേലി എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കുന്ന ഒരു സുദിനത്തില് ശബരിമല എയർപോർട്ടിന്റെ പേരിനോടൊപ്പം എരുമേലിയുടെ ഒരു പ്രാധാന്യം കൂടെ നടത്തക്ക രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്നൊക്കെ വിനീതമായിട്ട് എരുമേലി പ്രസിഡന്റിന് വേണ്ടിയാണ് ആവശ്യപ്പെടുക. സാർ, എൻ്റെ പേര് രാജൻ എന്നാണ്. ജന്മഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ്. എരുമേലി മീഡിയ അസംബ്ലി സെക്രട്ടറി കൂടിയാണ്. സാർ, ഞങ്ങളുടെ കാർഷിക മലയോര മേഖലയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളൊരു ജനവിഭാഗമാണ് എരുമേലിക്കാർ. ശബരിമല തീർത്ഥാടന പ്രവേശന കവാടമായ എരുമേലി നാളെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് സാറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. സാറ് ഉടനെ തന്നെ ഈ എരുമേലി സ്ഥലം സന്ദർശിച്ചാൽ സാറിന് ഈ ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ സ്വപ്നങ്ങളും സാർ നേരിട്ട് കാണാൻ സാധിക്കും. സ്വപ്ന വിമാനത്താവളത്തിന് വേണ്ട എല്ലാവിധ സഹകരണം സാർ ചെയ്തണമെന്ന് അപേക്ഷിക്കുന്നു. ഇതോടുകൂടി തന്നെ ഈ ഭൂമിയുടെ അക്വിസിഷന്റെ കാര്യത്തിലുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊജക്ടിന്റെ കൺസൾട്ടന്റ് ലൂയിസ് ബെർഗർ എന്ന് പറയുന്നത് നേരത്തെ KSIDC അപ്പോയിന്റ് ചെയ്ത കൺസൾട്ടന്റാണ്. അവരിപ്പോഴും ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അവരെ വിളിച്ച് അവിടെ ഭൂമിയിൽ കയറി സർവേ നടത്തി സോയിൽ ഇൻവെസ്റ്റിഗേഷൻ മുതലായതെല്ലാം നടത്തി അവര് ആദ്യം നടന്ന റിപ്പോർട്ട് ഒന്നുകൂടെ കാര്യമായിട്ട് വിശദമായിട്ട് കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട ആ റിപ്പോർട്ട് വളരെ ആവശ്യം. നമുക്കൊരു ഇക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ സ്ഥലം എയർപോർട്ടിലാകാൻ വളരെ അനുയോജ്യമാണ്. ഇവിടെ ഇതിന്റെ പ്രദേശത്ത് നമ്മുടെ എയർപോർട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയ പ്രധാനമായിട്ടും കോട്ടയം പത്തനംതിട്ട ജില്ലകളാണ്. കൂടാതെ ഇടുക്കി ജില്ല അതിൻ്റെ ഒരു നല്ല ഭാഗമുണ്ട്. ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ കിഴക്ക് അറ്റത്തുള്ള കുറേ ഭാഗങ്ങളുണ്ട് ഈ ക്യാച്ച്മെന്റ് ഏരിയയിൽ. ഈ പ്രദേശത്ത് ശബരിമലയിലേക്കുള്ള ഈ കടൽ ഒത്തുചേരങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ മംഗലകാലത്തോ മകരവിളക്കിലോ മാത്രമല്ല എല്ലാ മലയാള മാസങ്ങളും ആളുകൾ വരുന്നുണ്ട്. മണിക്കാളുകളോ ജനങ്ങളോ കൂടാതെ ഈ പ്രദേശത്ത് ധാരാളം പ്രവാസികളുണ്ട്. എരുമേലിയിൽ വരാനുള്ള എയർപോർട്ടിന്റെ ക്യാപ്റ്റൻ ഏരിയ ഉള്ളത്
ഗൾഫിലുള്ളവർ മാത്രമല്ല, ഗൾഫിലുള്ള പ്രവാസികൾ ധാരാളം. പക്ഷേ അല്ലാതെ തന്നെ വേറെ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന മലയാളികളുടെ ധാരാളം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന യാത്രക്കാർ പ്രവാസികൾ. മൂന്നാമതാണ് ടൂറിസ്റ്റ്. എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ രാജ്യത്തിലേക്ക് സ്ഥലം അനുയോജ്യമാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ വിമാനത്താവളത്തിലുണ്ടായിരുന്ന അനുയോജ്യതയേക്കാൾ കൂടുതൽ അനുയോജ്യതയുള്ള സ്ഥലമാണ് ഈ എസ്റ്റേറ്റ്. എന്തുകൊണ്ടും വിമാനത്താവളം അവിടെ വിജയകരമായിട്ട് തന്നെ നിങ്ങളെല്ലാം പറഞ്ഞതിൽ മനസ്സിലാക്കാവുന്നു. നാട്ടുകാരുടെ വളരെ വലിയ സപ്പോർട്ടും സഹകരണവും തീവ്രമായിട്ടുള്ള ആഗ്രഹവും നമ്മുടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം കൂടെ എഴുതിയിട്ട് വേഗത്തിൽ പ്രൊജക്ട് തയ്യാറാക്കാനുള്ളതാണ്. സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഏറ്റവും കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയാണ്. അത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ആദ്യത്തെ അനുമതിക്കുള്ള പ്രപ്പോസൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതിനുള്ള ഫണ്ട്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. എസ്പോർട്ട് പണിയാനും പറ്റുമായിട്ട്. അപ്പോൾ ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള നിർദ്ദേശം അനുസരിച്ച് ഏതാണ്ട് കണ്ണൂർ എയർപോർട്ടിന്റെ മോഡലിൽ വരുന്ന കണ്ണൂർ കൊച്ചി എയർപോർട്ട് മോഡലിൽ വരുന്ന ഒരു എയർപോർട്ട് ആയിരിക്കും എഴുതുന്നതാണ്. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു വിഹിതമാണ്. അല്ലാതെ ധാരാളം ഷെയർഹോൾഡേഴ്സ്, സ്ഥാപനങ്ങൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് കണ്ണൂർ മുതൽ മുടക്കി. അങ്ങനെ ഒരു മോഡലാകുമ്പോൾ ധാരാളം ജനപങ്കാളിത്തം ഈ കമ്പനിയുടെ ഉടമസ്ഥതയിലില്ല, ഷെയർ ഹോൾഡിങ്ങിലില്ല. അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിയാവുന്നത്ര മൂലധനം സ്വരൂപിക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പൊതുവെ പറയാനുള്ളതാണ് അവിടെ ഓഫീസ് കുറവുണ്ടെന്ന് പറഞ്ഞു. ഓഫീസ് നമുക്ക് എത്ര ഉപയോഗമാണ്? നിങ്ങൾ പറഞ്ഞാൽ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഓഫീസ് കുറവാണ്. സർക്കാരും നമ്മളെ സഹായിക്കുന്നത് കളക്ടറുണ്ട്, തഹസിൽദാറുണ്ട്, ജില്ലാ ഓഫീസറുണ്ട്. അതൊക്കെ ഭൂമിയുടെ കാര്യത്തിൽ സഹായം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എയർപോർട്ടിന്റെ KSIDC ആണ് നോഡൽ ഏജൻസിമാർക്ക് വർക്ക് ചെയ്യുന്നത്. അവരുണ്ട്. അപ്പൊ അവരുടെ സഹായത്തോടുകൂടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റിന് എനിക്കറിയാവുന്ന എല്ലാവർക്കും വലിയ താല്പര്യമുള്ള, വളരെ അധികം ഈ എയർപോർട്ട് വേണമെന്ന് ആഗ്രഹമുള്ളതാണ്. അപ്പൊ അത് കാരണം എന്റെ ഭാഗത്തു നിങ്ങളെല്ലാവരും പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള 100% പോകുന്നുണ്ടായി കഴിയാവുന്ന വേഗത്തിൽ എയർപോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു 3 കൂടി വന്ന 4 വർഷം, 3 വർഷം കൊണ്ട് അതായത് അനുമതി കിട്ടി, കൈ കിട്ടി, ഫണ്ട് സ്വരൂപിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയാൽ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിരിക്കാം. അതായത് കൺവേ ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ടെർമിനൽ ബിൽഡിംഗ് ഉണ്ടാക്കണം. നമുക്ക് ഇതൊക്കെ കഴിയാവുന്ന രീതിയിൽ ചെലവ് കുറച്ച് ചെയ്യാൻ നോക്കണം. എങ്കിലും ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണെന്നുള്ളതാണ് പ്രവർത്തിക്കുന്നത്. അതാണ് വേണ്ടത്. കാരണം ഇന്ത്യക്ക് ഇറങ്ങുന്നത് മാത്രമല്ല, വിദേശികൾ, വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ എന്നുള്ളതുകൊണ്ട് അതിന് ഇന്റർനാഷണൽ എയർപോർട്ട് വേണ്ട സ്റ്റാൻഡേർഡ്. കണ്ണൂർ എയർപോർട്ടിലാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള ഏത് എയർപോർട്ടുമായിട്ട് പിടിക്കത്തക്ക രീതിയിലുള്ള സ്റ്റാൻഡേർഡുള്ള എയർപോർട്ടാണ് നമ്മളുണ്ടാകുന്നത്. ആ അനുഭവം, ആ എക്സ്പീരിയൻസ് മുമ്പിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതിനനുസരിച്ച് ഇതിൽ നിന്ന് പഠിച്ച പാഠങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായി, കുറച്ചുകൂടെ ഇതിന്റെ ചെലവ് കുറയും. പക്ഷെ നമ്മുടെ ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കഴിയാവുന്ന മാക്സിമൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു എയർപോർട്ട് മാത്രമാണ്. അതിന് എല്ലാവരുടെയും സഹായം ഈ പീരീഡ് കൊടുക്ക വേണ്ടി. കാരണം പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത്. അപ്പൊ ആ സമയത്തെല്ലാം നാട്ടുകാരുടെ, നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരുടെ, ഇപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല മാധ്യമങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. കണ്ണൂരി വന്നിട്ട് അപ്പൊ ഈ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു രൂപമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇനി നമുക്ക്
വേറെ ജോലി നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ എയർപോർട്ടിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും സാറിനോട് സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങൾ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതിന് തദ്ദേശഭരണ സ്ഥാപനം എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ബഹുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഞങ്ങളെ ആശങ്കപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പലരും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. പരിസര പ്രദേശത്തെല്ലാം ഓഫീസുകൾ തുറന്നു, എരുമേലിക്ക് ഒരു പ്രാധാന്യമില്ല എന്നുള്ള രീതിയിൽ ചില തെറ്റിദ്ധാരണ വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എരുമേലിൽ തന്നെ ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ എരുമേലിയുടെ പ്രാധാന്യം, എരുമേലി പഞ്ചായത്തിലെ 4-ാം വാർഡ് മാത്രമാണ് ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇതിൻ്റെ ഭാഗം വരുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ ഇതിനകത്ത് യാതൊരു ഭാഗവും ഉൾപ്പെടുന്നില്ല. കോട്ടയം ജില്ലയിൽ എരുമേലി പഞ്ചായത്തിലെ 4-ാം വാർഡ് മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇതിൻ്റെ കാച്ച്മെന്റ് ഏരിയ സാറ് പറഞ്ഞാൽ പരിസര ജില്ലകളിൽ ആലപ്പുഴ, കൊല്ലം ജില്ല വരെ അതിനകത്ത് ഉൾപ്പെടും. പക്ഷെ നമുക്ക് ഇത് എരുമേലിയുടെ പ്രാധാന്യം ഉയർന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിലാഷം. അതുകൊണ്ടാണ് ഞങ്ങൾ എരുമേലി ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ ശബരിമല ശബരി ഇന്റർനാഷണൽ എയർപോർട്ട് എരുമേലി എന്നൊരാഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നത്. കാരണം എരുമേലിയുടെ മതമൈത്രിയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ലോകത്തെ ഒരിടത്തും കാണാത്ത രീതിയിൽ ആണ് ഉയർന്നു വരുന്നത്. മുസ്ലിം, ഹൈന്ദവ, ക്രൈസ്തവ സംസ്കാരങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനജീവിതമാണ് എരുമേലിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിന് ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപ്പാക്കുവാൻ യുവജനങ്ങളും രാഷ്ട്രീയ കക്ഷികളും തദ്ദേശഭരണ സ്ഥാപനം ഉൾപ്പെടെയുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളും പരിപൂർണമായ പിന്തുണയാണ് ഉണ്ടാകുന്നത്. അതാണ് അങ്ങയോട് ഈ സന്ദർഭത്തിൽ. പ്രിയപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ്, സേവാസംഘ പ്രസിഡന്റ്, പ്രിയപ്പെട്ട വ്യാപാരി സമിതിയുടെ സെക്രട്ടറി, ഏറ്റവും സ്നേഹമുള്ള മാധ്യമപ്രവർത്തകരെ, ആദരണീയനായ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും നിർദ്ദിഷ്ട ചെറുവള്ളി എയർപോർട്ടിൻ്റെ സ്പെഷ്യൽ ഓഫീസറുമായ പ്രിയപ്പെട്ട തുളസി സാറുമായിട്ട് സംസാരിക്കാൻ നമുക്കൊരവസരം ഉണ്ടായി, ഒരു വീഡിയോ കോൺഫറൻസിലൂടെ. നമ്മൾ ധരിച്ചിരുന്ന പല ആശങ്കകൾക്കും അപ്പുറം അദ്ദേഹം അതിന് വളരെ കൃത്യമായ മറുപടികൾ തന്നു. നമ്മൾ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള നമ്മുടെ കാര്യങ്ങളും പിന്തുണയും അദ്ദേഹത്തെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എങ്ങനെ യാഥാർത്ഥ്യമായി എന്നുള്ളൊരു വിശദീകരണത്തോടൊപ്പം ആ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾ നൽകിയതും മാധ്യമങ്ങൾ നൽകിയതും ഒക്കെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എരുമേലിയിലും ആ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും എരുമേലിയിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടും രാഷ്ട്രീയത്തിനതീതമായിട്ടും ഒക്കെയുള്ള ജനങ്ങളുടെ പിന്തുണ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിസന്ധികൾ തരണം ചെയ്താൽ, പണി ആരംഭിച്ചാൽ 4 വർഷത്തിനകം തന്നെ ഈ എയർപോർട്ടിൻ്റെ പണി പൂർത്തിയാക്കാമെന്നുള്ളത്. അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് കേൾക്കുവാനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആശങ്കകൾ അദ്ദേഹത്തെയും ധരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ പ്രതിസന്ധികളെല്ലാം എത്രയും വേഗം ഒഴിവായി നമ്മുടെ എയർപോർട്ട് യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടാമെന്ന് എനിക്ക്